എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ ഫുൾ A+ വാങ്ങണം? എല്ലാ വിഷയത്തിലും A+ വാങ്ങുക വളരെ സിമ്പിളായ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ഐ വാണ്ട് ഫുൾ A+ ഇൻ പബ്ലിക് എക്സാം. ഇത് ഈ ചിന്ത ഉണ്ടാവുക. ഇതൊരു കടലാസിൽ എഴുതി വയ്ക്കുക. ഇടയ്ക്ക് നോക്കുക. ഇത് മാത്രം ഐ വാണ്ട് ഫുൾ A+ ഇൻ പബ്ലിക് എക്സാം. പിന്നെ മനസ്സ് സെറ്റാക്കുക. പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതാണ്. എന്നാൽ ക്രിസ്തുമസിന് ശേഷമുള്ള ആ എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിന് നന്നായി ഊന്നൽ കൊടുത്ത് നന്നായി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ടഫ് ഏതാണോ നമുക്ക് ടഫ് ഉള്ളത് അത് പഠിക്കുക. മിനിമം 5 മണിക്കൂർ ദിവസവും പഠിക്കുക. ഒരു കുറവും ഉണ്ടാവരുത്. 5 മണിക്കൂർ കുറഞ്ഞത് മണിക്കൂർ കൂട്ടുന്നതിൽ വളരെ നല്ലതാണ്. രാവിലെ മോർണിംഗിൽ 2 ഹവേഴ്സ് 2 മണിക്കൂർ പഠിക്കുക. വൈകിട്ട് 3 മണിക്കൂർ പഠിക്കുക. ഈ 2 മണിക്കൂർ അത്ര ബുദ്ധിമുട്ടുള്ളതല്ലാത്ത വിഷയങ്ങൾ പഠിക്കുക. വൈകിട്ട് പഠിക്കുന്ന 3 മണിക്കൂർ ഹാർഡ് വിഷയങ്ങൾ, അതായത് കട്ടിയുള്ള ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെല്ലാം വൈകിട്ട് ഉള്ള സമയങ്ങളിൽ പഠിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഒരു ചിട്ടയായ പഠനം വേണം. അത് അത്യാവശ്യമാണ്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നമ്മൾ പഠിച്ച തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും റിവൈസ് ചെയ്യുക. വീണ്ടും വീണ്ടും ഒന്ന് നോക്കുക. നന്നായി പഠിച്ച എല്ലാ ഭാഗങ്ങളും വീണ്ടും ഇത് നോക്കുക. കൂടാതെ പറ്റുന്ന അത്ര ഹവേഴ്സ് കൂട്ടുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ കൂടുതൽ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. പിന്നെ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. അതായത് 7.5 8 മണിക്കൂർ ഹവേഴ്സ് ഉറങ്ങുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. കുറച്ച് യോഗ ചെയ്യുക, വ്യായാമം എല്ലാം ചെയ്യുക, എല്ലാവരുമായി സംസാരിക്കുക, ഇതെല്ലാം ചെയ്യുക. ഭക്ഷണ സമയത്തിന് കഴിക്കണം. ധാരാളം വെള്ളം കുടിക്കുക. രാത്രി ലഘുഭക്ഷണം മാത്രം കഴിക്കുക. പിന്നെ നെഗറ്റീവ് പറയുന്നവരോട് അവരെ മാറ്റി നിർത്തുക. അവരോട് അടുക്കാൻ പോകരുത്. കാരണം നിന്നെക്കൊണ്ട് കഴിയില്ല, നിനക്ക് പറ്റില്ല, ഇങ്ങനെ പറയുന്നവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. പോസിറ്റീവ് പറയുന്നവരുമായി കൂട്ടുപിടിക്കുക. അവർ നല്ലത് പറയുന്നതെല്ലാം കേട്ട് വേണ്ട പോലെ ചെയ്യുക. മനസ്സിൽ ഒരു നല്ല ചിന്ത കൊണ്ടുവരിക. കാരണം നിങ്ങളാണ് എക്സാം എഴുതുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. പേരൻസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. പേരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഈ രീതിയിലാക്കുന്നത്, നമ്മളെ ശ്രദ്ധിക്കുന്നത്. അവരുടെ യാത്രകൾ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ് നമ്മൾക്ക് കുട്ടികൾക്ക് ഇത്ര സൗകര്യം തരുന്നത് എന്നുള്ള കാര്യം കുട്ടികൾ എന്തായാലും മനസ്സിലാക്കണം. പിന്നെ കണ്ടൻറ്റ് സെറ്റാക്കി വയ്ക്കുക. എല്ലാ കണ്ടൻറ്റും വിഷയങ്ങൾ സെറ്റാക്കുക. ഓരോ ചാപ്റ്റേഴ്സും ശ്രദ്ധിച്ച് പഠിക്കുക, വായിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. അടിപൊളിയായി പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക. അടിപൊളിയായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഇങ്ങനെ പഠിച്ചാൽ തീർച്ചയായും വിജയം ഉറപ്പാണ്. 100% നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടും. ഹാർഡ് വർക്ക് ചെയ്യുക. ബെസ്റ്റ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 10 A+ കിട്ടണം. ഇത് മനസ്സിലുണ്ടായി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി പഠിച്ച് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. എന്തായാലും ഐ വാണ്ട് ഫുൾ A+ ഇൻ പബ്ലിക് എക്സാം. ഇതൊരു പേപ്പറിലോ നോട്ട്ബുക്കിലോ എഴുതിയിട്ട് അത് എല്ലാ ദിവസവും നോക്കുക. തീർച്ചയായും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.